അല്ലോ ഇതാരാണ് വാപ്പ? പടച്ച തമ്പുരാനെ, ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ നിങ്ങളെ കാര്യം. ഇതാ ആദ്യം കുറി ചെയ്ത് നിങ്ങളെ പേർക്കാണ് കുടിക്കി. അതിനെങ്ങനെ അങ്ങോട്ട് വന്ന് കാണാനും വേണ്ടി ഇപ്പൊ അതിനോട് സമയം ചോദിച്ചാൽ 100 കൂട്ട് ഒഴിവൊഴിവുകളാണ് അവനക്ക്. നിങ്ങൾ വിലാത്തിയിലാണ്, അമേരിക്കയിലാണ്, മദ്രാസിലാണ്, ബോംബായിലാണെന്നൊക്കെ പറയും മനസ്സിനെ സൂപ്പാക്കി കളയുന്നു. അല്ല, ഇതാ ഇത് നമ്മളെ ചന്ദ്രനായർക്ക് ഇതാനക്ക്. പിന്നെ അങ്ങോട്ട് വന്ന് കണ്ട് പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട് എന്ന് പറയണം മൂപ്പരോട്. അല്ല, നാട്ടുകാർക്ക് കത്തും കൊടുത്ത് ന്യായം പറഞ്ഞ് ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റി കളിക്കാനാണ് നിങ്ങളുടെ ഭാവം? എന്താ കുഞ്ഞാപ്പിട്ടിക്ക് പോണില്ലേ? കുഞ്ഞാരം കൊണ്ട് നിക്കാഹിന് നിങ്ങൾ എന്ത് തമാശാണ് ഭായി പറയുന്നത്? ഇവിടുത്തെ ഈ സീസൺ പണി വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവാന്ന് വെച്ചാല് നിങ്ങൾ നടക്കാത്ത കാര്യം പറയല്ലേ? അല്ലെങ്കിൽ തന്നെ നിക്കാഹ് കഴിഞ്ഞ എന്റെ മോക്കും വിയാപ്പിളക്കും വിമാനം കയറി വേണമെങ്കിൽ ഇങ്ങോട്ടും വരാലോ. ഇവിടെ വന്ന് രണ്ടാളും ബാപ്പനെ കാണട്ടെ, അതല്ലേ എന്റെ ഒരു ഗമ? അല്ലല്ലോ, കള്ള നായിന്റെ മക്കള് വീഴ്ചക്കാതെ ഒരു ചായ വാങ്ങി വരാൻ തോന്നില്ല ഒരുത്തനും. കള്ള സുവറേ, എന്നോട് വേണ്ട നിങ്ങളുടെ ഈ നാടാങ്കളി. അല്ല, നിങ്ങൾ എന്താപ്പാ അങ്ങനെ നിങ്ങൾ ചെല്ലാണ്ട് നടക്കണ്ട നിങ്ങളുടെ മോടെ നിക്കാഹ്. ഇത് നിങ്ങൾക്കുള്ള ടിക്കറ്റ്. നാളെ വെളുപ്പിന് 3 മണിക്കാ കോഴിക്കോട്ടുള്ള ഫ്ലൈറ്റ്. അതിനുള്ളിൽ ഇവിടെ എന്താ പണിയെന്ന് വെച്ചാൽ തീർത്തോളാം. ഇത് നിങ്ങളുടെ കെട്ടിയോക്കും സെലീനാക്കും അവളുടെ പുതിയ പടക്കുള്ള ടിക്കറ്റാ. അവരും ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കട്ടെ. അല്ല, വിസയും താമസത്തിനുള്ള ഏർപ്പാടൊക്കെ ഇവൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മാഷെ? എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂലാന്ന്. ഇവളെങ്ങനെ ഹലാക്കിന്റെ ഒടുക്കത്തെ പണി എടുക്കുമ്പോ ഇതെല്ലാം കൂടി ഇട്ടെറിഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ എന്റെ മോളെ നിക്കാഹിന് പോവാൻ എനിക്ക് ടിക്കറ്റിന് പണം പറയാഞ്ഞിട്ടാ? എന്റെ പൊന്നു മോനെ, ഈ ഇതിന്റെ കായ് അല്ലാതെ ഉള്ള നേരം കൊണ്ട് പോയി ക്യാൻസൽ ആക്കാൻ നോക്ക്. എടോ കള്ള കുഞ്ഞാപ്പുട്ടി, എവിടെ തന്റെ പാസ്പോർട്ട്? അല്ലാ മൊയ്തീനെ, അസ്ലമേ, എവിടെക്കാ എന്റെ പാസ്പോർട്ട്? കാണാതെ പോയാൽ നോക്കാൻ പറഞ്ഞ അതിന് മാത്രം സമയം കിട്ടൂല ഇവിടെ ഒരു ബെടക്കിനും. കുഞ്ഞാപ്പിട്ടിക്കാ, ഓ മതി നിർത്ത്. ഇതാ നിങ്ങളുടെ കാണാതെ പോയ പാസ്പോർട്ട്. പാസ്പോർട്ടും പത്താക്കയും അടക്കം പുരയിലുള്ളത് സകലതും വാരി പണയം വെച്ചിട്ട് വേണോ നിങ്ങൾക്ക് സലീനയുടെ നിക്കാഹ് നടത്താൻ? എത്ര തവണ ഇവന്ന് ചോദിച്ചു പണം എത്രയാ വേണ്ടതെന്ന്? ഓരോരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എത്ര കാലമായി ഭായി നിങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ഇത്രയും നാളിന്റെ അടുക്ക് ഒരു ഓട്ടക്കാലാണ് അങ്ങോട്ട് അത് കടമിടാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് പിന്നെയും നിങ്ങളടുത്ത് ചക്കാത്തിന് വരാന്ന് വെച്ചാൽ കുഞ്ഞാപ്പിട്ടിക്ക, കയ്യിൽ പാസ്പോർട്ടും വിസയും കടലാസും ഒന്നും ഇല്ലാണ്ട് വിശന്ന് വലഞ്ഞ് ആദ്യമായി ഞാൻ ഈ പോർട്ടിൽ വന്ന് തളർന്നു വീണപ്പോ താങ്ങി പിടിച്ചെടുത്ത് നിങ്ങൾ വാങ്ങിച്ചു തന്ന ഒരൊറ്റ സുലൈമാനി ഉണ്ടല്ലോ, അത് മതി. എത്രയൊക്കെ ഞാൻ അങ്ങോട്ട് വാരിക്കോരി തന്നാലും തീരില്ല നിങ്ങളുടെ കടം.